ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ രണ്ടാം വിള വിതച്ചത് കൊയ്തെടുക്കാനാകാതെ ദുരിതത്തിലാണ് തൃശൂർ മായന്നൂരിലെ കർഷകർ. നെൽപ്പാടങ്ങളിലെ വെള്ളം ഒഴിഞ്ഞു പോകാത്തതാണ് കൊയ്ത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. മായന്നൂരിലെ 40 ഏക്കറോളം വരുന്ന കലംകണ്ടത്തൂർ പാടശേഖരത്തിലെ നെൽകർഷകരാണ് രണ്ടാം വിള നെൽകൃഷി കൊയ്തെടുക്കുവാനാകാതെ പ്രതിസന്ധിയിലായത്. കൊയ്ത്തിനായി കൊണ്ടുവന്ന കൊയ്ത്ത് യന്ത്രങ്ങൾ പാടത്തെ ചളിയിൽ താഴുന്നതാണ് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ചീരക്കുഴി കനാലിനെ ആശ്രയിച്ചാണ് ഇവിടെ കൃഷി ഇറക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ തുറന്നുവിടുന്ന വെള്ളം ജനുവരിയിൽ അടക്കുന്ന രീതിയിലായിരുന്നു സംവിധാനം. ഇപ്പോഴാകട്ടെ നവംബറിൽ തുറന്ന് മാർച്ചിൽ അടക്കുന്ന രീതിയിലാണ് വെള്ളം എത്തുന്നത്. കനാലിനേക്കാൾ താഴ്ന്ന പ്രദേശമായ പാടശേഖരത്തിലേക്ക് കനാലിൽ നിന്നുള്ള ഉറവും ശക്തമായ വേനൽ മഴയിലെ വെള്ളവും എത്തുന്നതോടെ കൊയ്ത്തിന് പാകമായ പാടശേഖരങ്ങളിൽ ചളി നിറയും. കർഷകർക്ക് തുടർന്ന് ഇവിടെ നെൽകൃഷി ചെയ്യണമെങ്കിൽ കലംകണ്ടത്തൂർ പാടശേഖരത്തിന്റെ സമീപത്തിലൂടെയുള്ള കനാലിലൂടെ നെൽപ്പാടങ്ങളിലേക്കുള്ള വെള്ളത്തിന്റെ ചോർച്ച പരിഹരിക്കുന്നതിന് അധികൃതർ തയ്യാറാവേണ്ടതുണ്ട്. ഇതിനായി കനാൽ 2 സൈഡും കൃത്യമായി കോൺക്രീറ്റ് ചെയ്യണമെന്നും കനാലിലെ വെള്ളം പാടത്തുനിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് സൗകര്യമുണ്ടാക്കണമെന്നും കർഷകർ പറയുന്നു. ഇപ്പോൾ പണിത കൃഷിയിൽ ഇന്നലെ വന്ന് കൊയ്ത് വണ്ടി താണ്, ഇനി കൊയ്യാൻ പറ്റില്ല, നിങ്ങൾ ആളെ വെച്ച് കൊയ്യിച്ചോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരാൾ തമിഴന്മാരെ വിളിച്ചാൽ കിട്ടാനില്ല, ബാക്കി പുറം പണിക്കാരെ ആരെയും കിട്ടാനില്ല. ഇപ്പോൾ ഇത്രയും നല്ല നെല്ലാണ്, ഒരുപാട് പൈസ മുടക്കി വിളയിറക്കിയിട്ടുള്ളതാണ്. അത് കൊയ്തെടുക്കാൻ ഒരു മാർഗം കാണാതെ കാരണം ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങൾക്കൊരു നിർദ്ദേശം തരികയാണെങ്കിൽ വളരെയധികം നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൊയ്ത്ത് പൂർത്തിയാവാത്ത പല പാടശേഖരങ്ങളിലെയും നെൽക്കതിരുകൾ നാശമായി കഴിഞ്ഞു. കൊയ്ത്താരംഭിച്ച പാടങ്ങളിലാകട്ടെ മഴയ്ക്ക് ശേഷം കൊയ്ത്ത് യന്ത്രം ചെളിയിൽ താഴുന്നതിനാൽ കൊയ്ത്ത് നിർത്തിവെച്ചിരിക്കുകയാണ്. യന്ത്രത്തിന് പകരം പഴയതുപോലെ കൈകൊണ്ട് കൊയ്തെടുക്കാൻ ആലോചിച്ചിരുന്നുവെങ്കിലും തൊഴിലാളികളെ കിട്ടാതെ വന്നതോടെ അതും മുടങ്ങിയെന്ന് കർഷകർ പറയുന്നു. ഇപ്പോൾ ശരിക്കും വേനൽക്കാലമാണ്, പെട്ടെന്ന് ഭൂമി വരളുന്ന സംവിധാനമാണ്, എന്നിട്ട് പോലും യന്ത്രങ്ങൾ പൂന്താണെന്ന് പറയുകയാണെങ്കിൽ മഴക്കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ആശങ്കയിലാണ്. എനിക്കൊരിക്കലും കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയാണ്. മുൻ വർഷങ്ങളിൽ ഏകദേശം 1-2 പാടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, വ്യാപകമായിട്ട് യന്ത്രങ്ങൾ പൂന്തു പോകുന്ന അവസ്ഥയുണ്ട്. അത് എന്തുകൊണ്ടാച്ചാൽ ഈ കൃഷിഭൂമി ഡ്രൈ ആവുന്നില്ല ഒരിക്കലും. ഇത് എപ്പോഴും വെള്ളം നിൽക്കുകയാണ്. ഇപ്പൊ സാധാരണ ഫെബ്രുവരി മാസത്തിൽ കൊയ്ത്ത് കഴിഞ്ഞു പറഞ്ഞ ഭൂമി ഇങ്ങനെ പരന്ന് ചൂടേറ്റ് നല്ല വരണ്ട് കിടക്കേണ്ട സമയമാണ്. പക്ഷെ ഇപ്പോഴും വെള്ളമുള്ളത് കൊണ്ട് ഇനിയിപ്പോ മഴ പെയ്യുന്നു, വീണ്ടും ഭൂമി വരളുന്നില്ല. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗം മനോജ്, കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി തുടങ്ങിയവർ പാടശേഖരങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പാടശേഖര സമിതിയിലെ കർഷകരായ കെ സന്തോഷ്, കർഷക സമിതി പ്രസിഡന്റ് PM രാജീവ്, കെ രാമൻകുട്ടി, വി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.